ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക മത ഭൗതിക സമന്വയ ഒരു കലാലയത്തിൽ ഞാൻ ചെന്നപ്പോൾ ഒരു കമീസ് വെള്ള ധരിച്ച ഏകദേശം ഒരു 14-15 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി ഓടി വന്നിട്ട് എൻ്റെ അടുത്തൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സാറിന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ കുട്ടി സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ഹാഫിളായി എന്ന് പറഞ്ഞു. അതായത് വിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായും കാണാതെ പഠിച്ച് ഞാൻ ഹാഫിളായിട്ടുണ്ട്. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, കഴിഞ്ഞ വർഷം സാറിൻ്റെ അടുത്ത് എൻ്റെ ഉമ്മ എന്നെ കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഹിഫ്ള് പഠനത്തിന് ചില കാരണങ്ങളാൽ ചില തടസ്സങ്ങൾ നേരിട്ട് പഠനം പകുതി വഴിയിൽ നിർത്താൻ വേണ്ടി തീരുമാനിച്ച് വീട്ടിൽ നിന്ന് പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് പോകാത്തൊരു ഘട്ടത്തിലായിരുന്നു സാറിൻ്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ അത് വീണ്ടും ക്ലിയറായി വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ ഇന്ന് ഹിഫ്ള് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് സന്തോഷത്തോടെ ആ കുട്ടി പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുപോയി. കാരണം ശുദ്ധമായ ഖുർആനാണ് കുട്ടി കാണാതെ പഠിച്ച് പൂർത്തിയാക്കിയത്. അതിന് ചെറിയ കാരണമെങ്കിലും ആവാൻ പാവപ്പെട്ടവന് കഴിഞ്ഞു വന്ന ചരിതാർത്ഥ്യം. പഠിപ്പിച്ചതും ട്രെയിൻ ചെയ്തതും എല്ലാം ആ കുട്ടിയുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മതപരമായ മേഖലയിൽ സേവനം ചെയ്യുന്ന അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത്. ഞാൻ അവരെ ഉപദേശിക്കുകയല്ല. തീർച്ചയായിട്ടും അവരുടെ നേതൃത്വങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ ഉണ്ടാകും. പക്ഷേ മനഃശാസ്ത്ര മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സേവനം ചെയ്യുന്ന ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ കാണുന്ന ഒരാൾ എന്ന അർത്ഥത്തിലുള്ള ഒരു ചെറിയ വിനയത്തോടു കൂടെയുള്ള ഒരു ഉണർത്തലായി ദയവായി ഇതിനെ സ്വീകരിക്കണം. ഇത് എല്ലാവരിലേക്കും എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വകാര്യമായി പറഞ്ഞാൽ ഇത് എല്ലാ അധ്യാപകരിലേക്കും എത്തുകയില്ല എന്നതുകൊണ്ടാണ് സാമാന്യമായ ഒരു മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് പബ്ലിക്കിൽ തന്നെ പറയുന്നു. മതപരമായ മേഖലയിൽ ദർസ് ദഅവ കോളേജുകളിലേക്ക് പഠിക്കാൻ വേണ്ടിയാണെങ്കിലും ഹിഫ്ള് പോലെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണെങ്കിലും ഒക്കെ കുട്ടികൾ വരുന്നത്, ആ വരുന്നത് തന്നെ ഒരു വലിയ കാര്യമായി കാണാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ കാലയളവിൽ എത്രയോ കുട്ടികൾ ഇങ്ങനെ സ്ഥാപനങ്ങളിൽ ദർസുകളിൽ താമസിച്ച് പഠിക്കുന്ന സ്ഥലത്തെ അവിടെയുള്ള അധ്യാപകന്മാരുടെ അവരെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ വളരെ മോശപ്പെട്ട സ്വഭാവം കാരണം, അതായത് ക്രൂരമായ ശിക്ഷകൾ, അതുപോലെ തന്നെ വളരെ ഒരു ചെറിയ കുട്ടിയുടെ 10 വയസ്സ് 12 വയസ്സിലൊക്കെയാണ് പല കുട്ടികളും ഹിഫ്ളിനും ദർസിലേക്കും ഒക്കെ പലപ്പോഴും പോകുന്നത്. ആ കുഞ്ഞു ഹൃദയത്തിന് താങ്ങാൻ പോലും ആവാത്ത ശിക്ഷ, മാനസികമായി തളർത്തുന്ന, ശാരീരികമായി പേടിപ്പിക്കുന്ന, ശാരീരികമായി വേദനിപ്പിക്കുന്ന വലിയ ശിക്ഷാമുറകൾ. ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ, ആ കുട്ടിക്ക് ആകെ 10-12 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. എന്നോട് പറഞ്ഞത്, സ്ഥലത്തിയുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, പാഠമുണ്ടാവാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. എന്നോട് പറഞ്ഞത്, എന്നെ കിടത്തി എൻ്റെ കാലിന് മുകളിൽ ഇയാൾ കയറി നിൽക്കും. അത്രയും ക്രൂരമായ പീഡനമാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്നാരും ദയവായി പറയാത്തത്. കാരണം ഞാൻ തന്നെ ഇത്തരത്തിലുള്ള ധാരാളം കേസുകൾ കണ്ടിട്ടുണ്ട്. ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും എന്നോട് അവർ പറയാറുണ്ട്. കാരണം ഞാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള മതപരമായ വിദ്യാഭ്യാസമുള്ള സ്ഥാപനത്തെ വല്ലാതെ സ്നേഹിക്കുകയും അത്തരത്തിലുള്ള ധാരാളം സ്ഥാപനങ്ങളിൽ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി അധ്യാപകർക്ക് ടീച്ചിങ് മെത്തഡോളജി ക്ലാസ് എടുക്കാനൊക്കെ വേണ്ടി പോകുന്ന ഒരു മനഃശാസ്ത്ര മേഖലയിലെ ചെറിയ ഒരാൾ എന്ന അർത്ഥത്തിൽ നിങ്ങൾ തീർച്ചയായും അവരെ ഉണർത്തണമെന്ന് പലരും എന്നോട് പറയാറുണ്ട്. അവരുടെ വീട്ടിലെ വലിയ സൗകര്യങ്ങൾ തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ച് ചെറിയ സൗകര്യങ്ങൾ, വീട്ടിലെ അപേക്ഷിച്ച് വളരെ ചെറിയ സൗകര്യങ്ങൾ മാത്രമാണ് ദർസിലും ദഅവ കോളേജിലും ഹിഫ്ള് കോളേജിലും ഒക്കെ ഉണ്ടാവുക. അവിടേക്ക് അവർ വരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണും ഗെയിമുകളും ഇൻസ്റ്റയും എല്ലാം ലഭ്യമായ ഒരു കാലത്ത് നമ്മുടെ മക്കൾ ഇൽമ് പഠിക്കാൻ വേണ്ടി വരുന്നു എന്നത് തന്നെ വലിയ കാര്യമാണ്. പിന്നെയാണെങ്കിൽ അവരെ ഈ ദീനിന്റെ വഴി, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്നാണ്. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അള്ളാഹ് അവനെ ദീന് പഠിപ്പിക്കും. അപ്പോൾ ആ ദീന് പഠിപ്പിക്കുന്ന വഴിയിൽ നിന്ന് അവനെ മാറ്റാൻ വേണ്ടി പിശാചിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകും. കാരണം ഇവൻ ഒരു പണ്ഡിതനായി കഴിഞ്ഞാൽ ആ പണ്ഡിതൻ മുഖേന എത്രയോ ആളുകൾ നാളെ നന്നാകും. അത് പിശാചിന്റെ ആ ഒരു സംവിധാനത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇവനെ എല്ലാ രീതിയിലും, സൗകര്യത്തിന്റെ പേരിലാണെങ്കിലും ഭക്ഷണത്തിന്റെ പേരിലാണെങ്കിലും എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ഇവിടെ നിർത്തിപ്പോകാനുള്ള എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്ന, അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടിക്ക് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ക്രൂരമായ, മാനസികമായി വല്ലാതെ തളർത്തുന്ന ചില പ്രയോഗങ്ങൾ, വലിയ രീതിയിൽ വേദനയാകുന്ന ആക്രമണങ്ങൾ പലതും ഉണ്ടാകാറുണ്ട്. അത്തരം കാര്യങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ ഉപദേശിക്കാൻ ആളല്ല, അതിനുള്ള അർഹതയും എനിക്കില്ല, പക്ഷേ മനഃശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന പലപ്പോഴും ഇത്തരം കേസുകൾ പോലീസ് കേസുകൾ പോലുമായി മാറിയത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇല്ലാത്ത കേസുകൾ ഉസ്താദുമാർക്കെതിരെ ഉണ്ട്, തീർച്ചയായിട്ടും എനിക്കറിയാം, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. പക്ഷേ ഉള്ള കേസുകൾ മാരകമായി മുറിവ് ഏൽപ്പിച്ചതിൻ്റെ പേരിൽ, കൈ ഒടിഞ്ഞതിൻ്റെ പേരിൽ, എക്സ്റേ എടുത്ത് അതിൻ്റെ റിപ്പോർട്ടടക്കം ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ആക്രമിക്കപ്പെട്ടതിൻ്റെ പേരിൽ. എല്ലാവരും അങ്ങനെയാണെന്നല്ല, വളരെ ചെറിയ ശതമാനം ആളുകൾ അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് എത്രയോ കുട്ടികൾ പഠനം നിർത്തിപ്പോകുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനം കാരണം ഒരു കുട്ടിയും ഇൽമിൻ്റെ മേഖലയിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. ഒന്നാലോചിച്ചാൽ മതി, ഇത് എൻ്റെ അനുജനാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം മകനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയായിരിക്കുമോ പെരുമാറുക? സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ, ഹബീബായ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു പിതാവായി, ഒരു ജ്യേഷ്ഠനായി, ഒരു സുഹൃത്തായി,
അവന് പറയാനുള്ള സങ്കടങ്ങൾ കേൾക്കുന്ന ഒരു ലിസണറായി, അവൻ്റെ കൂടെ ഒരു സപ്പോർട്ടീവായി, ഒരു എനർജൈസറായി, ഒരു കോൺഫിഡൻസ് ബിൽഡറായി മാറി കൂടെ നിന്ന് കഴിഞ്ഞാൽ എത്രയോ നല്ല പണ്ഡിതന്മാരെ, എത്രയോ നല്ല ഹാപ്പനിങ്ങളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. പലപ്പോഴും വിക്ടിംസ് ഓഫ് വിക്ടിംസ് എന്ന് പറയാവുന്ന രീതിയിൽ സ്വന്തം ഗുരുനാഥന്മാരിൽ നിന്ന് ലഭിച്ചത് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള പല അധ്യാപകരെയും പേഴ്സണലായി വിളിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇത് ഭാവിയിൽ അവരുടെ പേരിലൊരു പ്രശ്നമാവാതിരിക്കാൻ വേണ്ടി പല അധ്യാപകരെ നമ്പർ ഈ കുട്ടികളിൽ നിന്ന് സംഘടിപ്പിച്ച് ഞാൻ സംസാരിക്കുകയും അവർ വളരെ സന്തോഷത്തോട് സാറ് ഉണർത്തിയത് നന്നായി, നിന്നെ ഗൗരവം അത്രമാത്രമുള്ളൂ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് വളരെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ആളുകളെയും നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഈ മേഖലയിൽ പലപ്പോഴും ഇത്തരം കേസുകൾ വന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു ചെറിയൊരു ടച്ച് പോലും ഒരു കുട്ടി ഇതിൽ നിന്ന് അകലാൻ കാരണമാവരുത്. ആ കുട്ടിയെ ഒരുപക്ഷെ എന്നേക്കുമായി ഖൈറിൻ്റെ വഴിയിൽ നിന്ന് അകന്നു പോവുകയാണ്. ആ കുട്ടിയെ ദർസിലേക്ക് പറഞ്ഞയച്ച് വീട്ടിൽ പടച്ചവനെ അവനെ ആലിമാക്കണേ അല്ല, അവനെ നല്ല ഹാഫിളിങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ഉപ്പയും ഉമ്മയും വല്യമ്മയും വല്യപ്പയും ഒക്കെ ഉണ്ടാകും. അവൻ നാളെ പണ്ഡിതൻ്റെ വസ്ത്രം ധരിച്ച്, നല്ല തൂവള്ള വസ്ത്രം ധരിച്ച്, തലപ്പാവ് ധരിച്ച്, വലിയ സാദാത്തുക്കളിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന് ബിരുദം സ്വീകരിച്ച് വരുന്നത് കാണാൻ കാത്തിരിക്കുന്ന, കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ഉമ്മമാരുണ്ടാവും. ആ മുഖങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് നമുക്ക് അവരെയൊക്കെ ചേർത്ത് പിടിച്ച് എത്ര ബാക്ക്വേർഡാണെങ്കിലും നല്ല പിന്തുണ കൊടുത്താൽ, ചില പ്രത്യേക സെൻറ്ററുകളിൽ നിന്ന് പഠനത്തിൽ വളരെയധികം 3 വർഷം കൊണ്ട് വെറും 4-5 ജുസ് മാത്രം പഠിച്ച കുട്ടിയെ വേറെ ഒരു സെൻറ്ററിലേക്ക് മാറ്റിയതിനു ശേഷം ഒറ്റ വർഷം കൊണ്ട് ബാക്കി 27 ജുസുവും കാണാതെ പഠിച്ചത് ഒരു കേസ് എൻ്റെ പരിചയത്തിലുണ്ട്. സമാനമായ കേസുകൾ പലയിടത്തും നടന്നിട്ടുണ്ടാവാം. അതൊക്കെ ചില സമീപനങ്ങൾ, ചില സാഹചര്യങ്ങൾ എല്ലാം പരിഗണിച്ചുകൊണ്ട് അവരെ നമുക്ക് വളർത്തിയെടുക്കാം. സമൂഹത്തിൻ്റെ മതപരമായ വിദ്യാഭ്യാസത്തിന് നമുക്കെല്ലാവർക്കും ശക്തി പകരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.